ഫെബ്രുവരി 2020 സെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ലഗ്രാഞ്ചിയൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓപ്ഷനിലേക്ക് എത്തുന്നതെന്ന് നോക്കാം. ലഗ്രാഞ്ചിയൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ലഗ്രാഞ്ചിയൻ എൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് QJ ഡോട്ട് ആൻഡ് ടി. അതായത് ലഗ്രാഞ്ചിയൻ എൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് അവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റിൻ്റെയും ജനറലൈസ്ഡ് വെലോസിറ്റിയുടെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഈക്വൽ ടു ടി മൈനസ് വി എന്ന് എഴുതാം. ടി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി, വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കോർഡിനേറ്റിൻ്റെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് mv², ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. നെക്സ്റ്റ് ലഗ്രാഞ്ചിയസ് ഇക്വേഷൻ ഓഫ് മോഷൻ, അതായത് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യു ജെ ഈക്വൽ ടു 0. ഈ ഇക്വേഷനെയാണ് നമ്മൾ ലഗ്രാഞ്ചിയസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാം എന്ന് നോക്കാം. നമ്മളൊരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ്, അതായത് ലഗ്രാഞ്ചിയസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് ലഗ്രാഞ്ചിയസ് ഇക്വേഷൻ ഓഫ് മോഷനിൽ പറയുന്നിടത്ത് ഇവിടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമ്മളൊരു ബോബ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പെൻഡുലത്തിൻ്റെ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൽ ആണ്. ആ ഒരു ഇനിഷ്യൽ പൊസിഷനുമായിട്ട് ആ ഒരു ബോബ് മൂവ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തീറ്റ. ദെൻ ബോബിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്. ഇനി ലഗ്രാഞ്ചിയസ് ഇക്വേഷൻ ഓഫ് മോഷനിൽ നമ്മൾ ക്യു ജെക്ക് പകരം ഈ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ മാറും? ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇതെന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ചിത്രത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് അല്ലേ. ഇവിടെ അത് ഫോം ചെയ്യുന്നത്, അതായത് ബോബ് ഫോം ചെയ്യുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് തീറ്റയാണ്, ദാറ്റ് ഈസ് എസ് ബൈ എൽ ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എസ് എന്ന് എന്തായിട്ട് എഴുതാൻ പറ്റും? എസ് എന്ന് പറയുന്നത് എൽ തീറ്റ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡി എസ് ബൈ ഡി ടി ആണ്, അതായത് ഡി ബൈ ഡി ടി ഓഫ് എൽ തീറ്റ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എസ് എൽ തീറ്റ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ എസ്സിന് പകരം എൽ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എൽ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എൽ ഇൻറ്റു എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ പെൻഡുലം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുകൊണ്ട് എൽ ഔട്ട് സൈഡ് എടുക്കാം. ദെൻ ഡി തീറ്റ ബൈ ഡി ടി. ഇനി ഡി തീറ്റ ബൈ ഡി ടിയെ നമുക്ക് എന്തെന്ന് എഴുതാം? തീറ്റ ഡോട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം എൽ തീറ്റ ഡോട്ട്, അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? എൽ തീറ്റ ഡോട്ട് കിട്ടും. അപ്പോൾ ഹാഫ് mv² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൈനറ്റിക് എനർജി കിട്ടും. ദെൻ കൈനറ്റിക് എനർജി ടി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എൽ തീറ്റ ഡോട്ട്. അപ്പം വി സ്ക്വയറിന് പകരം എൽ തീറ്റ ഡോട്ട് സ്ക്വയർ. അതിനെങ്ങനെ എഴുതാം? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഹാഫ് എം ഇൻറ്റു എൽ തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ ആയിട്ട് എഴുതാം. അടുത്തത് പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പൊട്ടൻഷ്യൽ എനർജി വി ഈസ് ഈക്വൽ ടു എം ജി എച്ച്, എം ജി ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ ഒ ബി ആണ്. അപ്പോൾ ചിത്രത്തിൽ കാണാമല്ലോ. അപ്പോൾ ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒ സി മൈനസ് ബി സി, അതായത് ഒ സി ഡിസ്റ്റൻസിൽ നിന്ന് ബി സി ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതായത് ആ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഒ സി എന്ന് പറയുന്ന എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ പെൻഡുലം ആണ്. ബി സി എന്ന് പറയുന്നത് എന്താണ്? ബി സി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സി ബി എ എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കും. അപ്പോൾ അവിടെ നിന്ന് കോസ് തീറ്റ കണ്ടുപിടിക്കാമല്ലോ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബി സി ഡിവൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എൽ ആണ്. അതിൽ നിന്ന് ബി സി എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? ബി സി എന്ന് പറയുന്നത് എൽ കോസ് തീറ്റ ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ എം ജി ഇൻറ്റു ഒ സിക്ക് പകരം എൽ ഇടുക, എൽ മൈനസ് എൽ കോസ് തീറ്റ. ബി സി എന്ന് പറയുന്നത് എൽ കോസ് തീറ്റ, എം ജി. ഇനി എൽ മൈനസ് എൽ കോസ് തീറ്റ എന്ന് എൽ കോമൺ എടുക്കുമ്പോൾ എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. കൈനറ്റിക് എനർജിയും കിട്ടി, പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി. കൈനറ്റിക് എനർജി ഹാഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയറും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ എൽ എന്ന് പറയുന്നത് ടി മൈനസ് വിയിൽ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
നമുക്ക് ലഗ്രാഞ്ചിൻ കിട്ടും. ഇനി ലഗ്രാഞ്ചിൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡോട്ടും ലഗ്രാഞ്ചിൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റയും കണ്ടുപിടിക്കണം. കാരണം നമുക്ക് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോ എൽ ബൈ ഡോ തീറ്റ കണ്ടുപിടിക്കണം. വിത്ത് തീറ്റയുടെ ടേംസ് ഉള്ളത് കോസ് തീറ്റയുടെ ടേംസിൽ മാത്രമാണ്. ഈ ഒരു എൽ ഇസ് ഈക്വൽ ടു ടി മൈനസ് പി എന്നുള്ള ടേം നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ അറിയാം. ഹാഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി എൽ പ്ലസ് എം ജി എൽ കോസ് തീറ്റ. ബാക്കി രണ്ട് ടേംസിലും എന്തില്ല? കോസ് തീറ്റയുടെ ടേംസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. അതായത് ഈ ടേമിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. മൈനസ് എം ജി എൽ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. ഇനി പ്ലസ് എം ജി എൽ കോസ് തീറ്റ എന്ന് പറയുന്ന ടേംസിനകത്ത് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ ഡോ എൽ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് മൈനസ് എം ജി എൽ സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് കണ്ടുപിടിക്കണം. ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? തീറ്റ ഡോട്ടിൻ്റെ ടേം വരുന്നത് ഫസ്റ്റ് ടേമിൽ മാത്രമേ ഉള്ളൂ. അപ്പം സെക്കൻഡ് ടേമിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0. ഇനി ഫസ്റ്റ് ടൈം കൺസിഡർ ചെയ്യുമ്പോൾ തീറ്റ ഡോട്ട് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 തീറ്റ ഡോട്ടാണ്. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ ഡോട്ട് സ്ക്വയറിന് പകരം തീറ്റ ഡോട്ട് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അതുപോലെ എഴുതുക, 2 തീറ്റ ഡോട്ട് എന്ന് എഴുതുക. അപ്പോൾ ഹാഫ് എം എൽ സ്ക്വയർ 2 തീറ്റ ഡോട്ട്. അവിടുത്തെ 2ഉം ക്യാൻസലായി പോവും. നെക്സ്റ്റ് റിമൈൻ ചെയ്യുന്ന ടേംസ് എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ടാണ്. അപ്പോൾ നമുക്ക് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് ഡോ എൽ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് കിട്ടി. ഡോ എൽ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് മൈനസ് എം ജി എൽ സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ബൈ ഡി ടി ഓഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് പ്ലസ് എം ജി എൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇനി എം എൽ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം? പുറത്തെടുത്തിട്ട് തീറ്റ ഡോട്ടിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്താണ്? തീറ്റ ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് തീറ്റ ഡോട്ട് എന്നുള്ളത് ഡി ബൈ ഡി ടി ഓഫ് തീറ്റ ഡോട്ടിന് തീറ്റ ഡബിൾ ഡോട്ട് എന്ന് എഴുതാം. അപ്പോൾ എം എൽ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് എം ജി എൽ സൈൻ തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഈ രണ്ട് ടേമിലും എം എൽ എന്ന് പറയുന്ന ടേം കോമൺ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ എം എൽ കോൺസ്റ്റൻറ്റ് എം എൽ പുറത്തെടുക്കാം. എം എൽ പുറത്തെടുക്കുമ്പോൾ നമുക്ക് എൽ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ജി സൈൻ തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എം എൽ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ അത് 0 ആയി പോവും. റിമൈൻ ചെയ്യുന്നത് എൽ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ജി സൈൻ തീറ്റ ഈക്വൽ ടു 0. ഇനി നമ്മൾ ത്രൂ ഔട്ട് എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ജി ബൈ എൽ ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എ സിമ്പിൾ പെൻഡുലം. അടുത്തത് സെറ്റിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 2020 ചോദിച്ച ക്വസ്റ്റ്യനിലോട്ട് വരാം. ലഗ്രാഞ്ചിൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഇവിടെ തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ്. ആംഗുലാർ വെലോസിറ്റിയെ നമുക്ക് ഒമേഗ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ലഗ്രാഞ്ചിൻ നമുക്ക് എങ്ങനെ പറയാം? ഹാഫ് എം എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ മൈനസ് എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ 4 ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹാഫ് എം എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ മൈനസ് എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. Thus Lagrangian of a simple pendulum is option A.